സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സിംകോ സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന ഒരു പ്രമുഖമായിട്ടുള്ള കോപ്പറേറ്റീവ് സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഓഫീസ് അസിസ്റ്റൻറ്റ്, പിന്നെ സെയിൽസ്മാന്, സൂപ്പർവൈസേഴ്സ്, അങ്ങനെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 50ൻ്റെ അടുത്തൊക്കെ വേക്കൻസികളുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, എക്സാമിനേഷൻ, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സിൻ്റെ കീഴിൽ വെൽഫെയർ ചെയ്തിട്ടുള്ള ഒരു പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് വെല്ലൂരാണ്. നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് വെല്ലൂരാണ് ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത്. അതിലേക്ക് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ, സൂപ്പർവൈസേഴ്സ് വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്രാഞ്ച് ഓഫീസുകളിലേക്കാണ് അവസരം വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഇവിടെ കോപ്പറേറ്റീവ് സൂപ്പർ മാർക്കറ്റുകളിലേക്കാണ് അവസരങ്ങളുള്ളത്. ഇതിലേക്ക് 48 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. വേക്കൻസികൾ ജനറൽ കാൻഡിഡേറ്റ്സിന് 23 വേക്കൻസികളാണുള്ളത്. OBCക്ക് 12 വേക്കൻസി, SCക്ക് 6, STക്ക് 3, EWSന് 4, അങ്ങനെ എല്ലാം അടക്കമാണ് 48 വേക്കൻസികൾ. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 29/1/2024, അതായത് ഈ മാസം 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/STക്ക് ആണെങ്കിൽ 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 21 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് പേ സ്കെയിൽ വരുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് 5200 രൂപ മുതൽ 20,200 രൂപ വരെയാണ്. 12 വേക്കൻസി ഉണ്ട്. സെയിൽസ്മാൻ ആണെങ്കിൽ 6200 രൂപ മുതൽ 26,200 രൂപ വരെയാണ്. 22 വേക്കൻസി ഉണ്ട്. സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ 6200 രൂപ മുതൽ 28,200 രൂപ വരെയാണ്. 14 വേക്കൻസി ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യത്തെ 1 വർഷം പ്രൊബോഷണറി പീരീഡ് ആയിരിക്കും. ആ പ്രൊബോഷണറി പീരീഡിൽ ഓഫീസ് അസിസ്റ്റൻറ്റിന് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിനും സെയിൽസ്മാനും പെർ മന്ത് 8,000 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക. സൂപ്പർവൈസേഴ്സിന് 10,000 രൂപയും. ശേഷം പ്രൊബോഷണറി പീരീഡിന് ശേഷം നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങളെ പെർഫോമൻസിനനുസരിച്ച് സ്ഥാപനത്തെ സ്ഥിരപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മുകളിൽ പറഞ്ഞിട്ടുള്ള സാലറി സ്കെയിലേക്ക് നിങ്ങളെ ജോബ് മാറുക. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് പറഞ്ഞു. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണെങ്കിൽ +2, ITI അല്ലെങ്കിൽ എനി ഡിപ്ലോമ, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ എനി ഡിഗ്രി. ഏതായാലും ഏത് കോഴ്സ് ആയാലും മിനിമം 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ 1ാം ഘട്ടമായിട്ട് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. ശേഷം 2ാം ഘട്ടം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. 3ാമത്തെ ഘട്ടമായിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ നോക്കാം. എക്സാമിനേഷൻ പാറ്റേൺ 100 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും. 1.5 മണിക്കൂറത്തെ എക്സാം. ജനറൽ നോളജ് 30 മാർക്ക്, മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 25 മാർക്ക്, അഗ്രികൾച്ചർ സെറികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ്, എല്ലാം അടക്കം 100 മാർക്കിൻ്റെ 1.5 മണിക്കൂറത്തെ എക്സാമിനേഷൻ നടക്കും. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ഫീസ്. SC/ST കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ഫീസ് അടച്ചു കഴിഞ്ഞാൽ നോൺ റീഫണ്ടബിൾ ആണ്. ഇതിലേക്ക് എങ്ങനെ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീസ് ഓൺലൈനായിട്ടും ഫീസ് അടയ്ക്കാം, ഓഫ്ലൈനായിട്ടും ഫീസ് അടയ്ക്കാം. ഓഫ്ലൈനായിട്ട് അടയ്ക്കേണ്ടത് ICICI ബാങ്കിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ പറയുന്നുണ്ട്. IFSC കോഡ് ഇതിൽ പറയുന്നുണ്ട്. ബാങ്ക് നെയിം ബാങ്ക് ഓഫ് ഇന്ത്യ വെല്ലൂർ. അതിൽ മാറുന്ന രീതിയിലാണ് നിങ്ങൾ ചലാനായിട്ടായിരിക്കും അടയ്ക്കേണ്ടി വരിക. ഓക്കെ, നിങ്ങൾ ഹൗ ടു അപ്ലൈ ചെയ്യാൻ ബൈ പോസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, ബൈ പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ വഴിയായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് മെൻഷൻ ഉണ്ട് ബിലോ ഓൺ ഓർ ബിഫോർ. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 29/1/2024 എന്നായിരുന്നു. പക്ഷേ ഇവിടെ കാണിക്കുന്നത് 29/2/2024 എന്നുള്ളതാണ്. ഇതിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.
കൂടുതലും 29/1/2024 ആവാനാണ് സാധ്യത. മുകളിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് അതാണ്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ പോസ്റ്റിൽ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ പൂരിപ്പിച്ച അപേക്ഷ അയക്കേണ്ട വിലാസമാണ് സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് ടൗൺ ഹാൾ ക്യാമ്പസ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, വെല്ലൂർ 63-204. ഓക്കെ, ഇതിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ എൻക്ലോസ് ചെയ്തിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ് SSLC സർട്ടിഫിക്കറ്റ്, HSC സർട്ടിഫിക്കറ്റ്, UG ഡിപ്ലോമ PG സർട്ടിഫിക്കറ്റുകൾ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 വേണം, ഇൻകം സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ. പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ് കിട്ടും. അതായത് നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിങ്ങോ MS ഓഫീസോ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉള്ളവർക്ക് ജോലിയിലേക്ക് പ്രിഫറൻസ് കിട്ടുന്നതാണ്. 24x10 സെൻറ്റിമീറ്റർ സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള 27 റുപ്പീസിൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ള ഒരു കവർ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇത് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ. അതിലായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരിക. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അയക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. കോപ്പി മാത്രം, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് മാത്രം അയച്ചാൽ മതിയാവും. ഓക്കെ, ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തോ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തോ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് സിലബസ് ഇതിൽ പറയുന്നുണ്ട്. ഈ സിലബസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കൊടുക്കാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് വായിച്ച് നോക്കിയോളൂ. എല്ലാം കംപ്ലീറ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ മാസ്റ്റർ ജി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.